കൗമാര കേരളത്തിൻ്റെ കലാമാമാങ്കത്തിന് സാംസ്കാരിക നഗരിയിൽ തിരിതെളിഞ്ഞു. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കേരളത്തിൻ്റെ സുഹൃതം എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ കൊച്ചനുജന്മാരും അനുജത്തിമാരും തങ്ങളുടെ പ്രാഗൽഭ്യം, തങ്ങളുടെ കലാപരമായ മികവ് ഈ വേദികളിൽ, തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദികളിൽ കാഴ്ചവെക്കും. അത് കണ്ട് കേരളത്തിന് ഉൾപ്പുളകമുണ്ടാകും, കുളിരണിയും. ഭാവിയിലെ താരങ്ങൾ ഈ മേളയിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ഉയർന്നു വരുന്നത്. വെള്ളിത്തിരയെ കീഴടക്കുന്ന നിരവധി താരങ്ങൾ, അതുപോലെ മലയാളിയുടെ ഹൃദയത്തെ എന്നെന്നും കവർന്ന നിരവധി താരങ്ങൾ നമ്മുടെ ഈ കലാമാമാങ്കത്തിൽ നിന്നാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഞാൻ ആ കലാമാമാങ്കത്തിൻ്റെ, ആ യുവജനോത്സവത്തിൻ്റെ വിശേഷങ്ങൾ പറയാനല്ല വന്നത്. മറിച്ച് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു കല്ലുകടി ഉണ്ടായി. അതിനെക്കുറിച്ച് പ്രേക്ഷകരോട് സംവദിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഇതിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, റവന്യൂ മന്ത്രി കെ രാജൻ, പിന്നെ തൃശ്ശൂരിൻ്റെ സ്വന്തം MP സുരേഷ് ഗോപി, ഇവരെല്ലാം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ആരംഭിച്ച നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത് കലോത്സവം വിവാദങ്ങളുടെ ഉത്സവമാകരുത് എന്നാണ്. വിവാദങ്ങളെ എല്ലാം ഒഴിപ്പിച്ചു നിർത്തി, അകറ്റി നിർത്തി, തികച്ചും സൗഹാർദ്ദപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ വേണം ഈ കലോത്സവം അരങ്ങേറാൻ. അവിടെ വിവാദങ്ങൾക്കല്ല, സ്നേഹത്തിനും ഐക്യത്തിനും സഹകരണത്തിനും ഒക്കെ വേണം പ്രാധാന്യം കൊടുക്കാൻ എന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി തൻ്റെ പ്രഭാഷണത്തിൽ തുടങ്ങിവെച്ചത്. എന്നാൽ ഒരല്പം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്വഭാവം മാറി. വിവാദങ്ങൾ അരുത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന കാഴ്ചയും കേരളം കണ്ടു. അദ്ദേഹം ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ഈ കലോത്സവ വേദികളിലേക്ക് കടന്നു വരരുത് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞുറപ്പിച്ച മുഖ്യമന്ത്രി തന്നെ അതിനകത്ത് രാഷ്ട്രീയം പറയുന്ന വൈരുദ്ധ്യവും നമ്മൾ കണ്ടു. ഇന്നിതെല്ലാം സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി നിറഞ്ഞാടുകയാണ്. മുഖ്യമന്ത്രിക്കെതിരായി അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളെ ആൾക്കാർ എടുത്ത് അമ്മാനമാടുന്നു, ട്രോളുകളാക്കി അമ്മാനമാടുന്നു. മുഖ്യമന്ത്രി വിവാദങ്ങളും ഈ പറഞ്ഞ രാഷ്ട്രീയവും ഒക്കെ ഇതിൽ നിന്ന് അകന്നു നിൽക്കട്ടെ എന്ന് പറഞ്ഞു തുടങ്ങിയ മുഖ്യമന്ത്രി മറ്റു ചില കാര്യങ്ങൾ, അതായത് ക്രിസ്മസിനെ എതിർക്കുന്ന ഒരു പ്രവണത നമ്മുടെ രാജ്യത്തുണ്ടെന്നും കരോൾ സംഘത്തെ ഒരു വിഭാഗം ആക്രമിച്ചെന്നും ക്രിസ്മസിന് ചില സംസ്ഥാനങ്ങളിൽ അവധി നൽകിയിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞ്, ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സ്പർദ്ധയുണ്ടാക്കുന്ന പ്രസംഗമാണ് അദ്ദേഹം അവിടെ നടത്തിയത്. സത്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഈ കാര്യം അവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഈ കലോത്സവവും ഈ പറഞ്ഞ ഈ ക്രിസ്മസ് കരോളിൽ ഉണ്ടായ പ്രശ്നവുമൊക്കെ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് കല ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കൂടിയുള്ളതാണ് കല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ശരിയാണ്, ഞാനും യോജിക്കുന്നു. പൊള്ളുന്ന ജീവിതാനുഭവങ്ങളെ തീർച്ചയായിട്ടും കലയിലൂടെ ആവിഷ്കരിക്കാൻ കലാകാരന്മാർ തയ്യാറാകണം. അത് അവരുടെ ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ദുഷ്കൃത്യങ്ങളെയും, എല്ലാ ദുഷ്ചെയ്തികളെയും, എല്ലാ വേദനിപ്പിക്കുന്ന സംഭവങ്ങളെയും കലാകാരന്മാർ തങ്ങളുടെ കലയിലൂടെ, തങ്ങൾ അവതരിപ്പിക്കുന്ന കലയിലൂടെ രംഗത്ത് കൊണ്ടുവരണം, പൊതുജനങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്നതിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഈ കൊച്ചു കുട്ടികളുടെ ഈ യുവജനോത്സവം നടക്കുന്ന വേദിയിൽ
ഈ ഒരു വിവാദം ഒഴിവാക്കാമായിരുന്നു മുഖ്യമന്ത്രിക്ക്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. അവിടെ കൃത്യമായിട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയ പകിടകളി അവിടെ അദ്ദേഹം നടത്തി എന്നുള്ളത് പൂർണ്ണമായും ശരിയാണ്. അദ്ദേഹത്തിന് പിന്നാലെ പ്രസംഗിച്ച നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാകട്ടെ രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത്. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ലഭ്യമാക്കേണ്ട ഫണ്ട് പോലും കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്ന പരാതി അവിടെ അദ്ദേഹം അവതരിപ്പിച്ചു, അതിൻ്റെ കെട്ടഴിച്ചു. ഈ കേന്ദ്ര ഫണ്ടും യുവജനോത്സവവുമായിട്ട് എന്താണ് ബന്ധം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു കലാരൂപത്തിലൂടെ ഒരു വിദ്യാർത്ഥി തൻ്റെ ആ കലാരൂപത്തിലൂടെ ആ കല അവതരിപ്പിച്ചാൽ, ഈ വിഷയം അവതരിപ്പിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്ത്, ഒരു വിഷയം തിരഞ്ഞെടുത്ത് താൻ ഏത് കലാരൂപമാണോ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കലാരൂപത്തിലൂടെ ആ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാം. മിമിക്രിയിലൂടെയോ നാടകത്തിലൂടെയോ അല്ലെങ്കിൽ കവിതാരചനയിലൂടെയോ ഒക്കെ അവർക്ക് അത് അവതരിപ്പിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, കലാകാരന്മാർക്കുമുണ്ട്. എന്നാൽ ഈ ഉദ്ഘാടന വേദിയിൽ ഇതൊക്കെ എന്തിനാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് കുട്ടികളുടെ മുന്നിൽ വച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ അതൊക്കെ സഹായിക്കുകയുള്ളൂ, ഉപകരിക്കുകയുള്ളൂ. എന്നാൽ ഇവർക്ക് ശേഷം സംസാരിക്കാൻ വന്ന തൃശ്ശൂരിൻ്റെ MP ശ്രീ സുരേഷ് ഗോപി, അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. ആ കേന്ദ്ര സഹമന്ത്രി വളരെ തന്മയത്വത്തോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്തു. അദ്ദേഹം തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും അവസ്ഥ കാറ്റൂരി വിട്ട ബലൂൺ പോലെ ആയിപ്പോയി. കാരണം അവർ ഉന്നയിച്ച മുഴുവൻ വിഷയങ്ങളുടെയും പ്രസക്തി അവിടെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി. കാരണം സുരേഷ് ഗോപി വളരെ വ്യക്തമായി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇത് കുട്ടികളുടെ ഉത്സവമാണ്, കുട്ടികളുടെ മാമാങ്കമാണ്. ഇവിടെ താൻ ഈ പറഞ്ഞ പോലെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഭാഷയിൽ സംസാരിക്കാൻ തയ്യാറല്ല. വിവാദങ്ങൾ ഉണർത്തിവിടാൻ തനിക്ക് കഴിയില്ല. കുട്ടികളുടെ ഉത്സവം മനോഹരമായി നടക്കട്ടെ, നല്ല രീതിയിൽ മത്സരിക്കൂ, ആരോഗ്യകരമായി മത്സരിക്കൂ, നല്ല പ്രകടനം കാഴ്ചവെക്കൂ, വിജയിച്ചു വരൂ. ഇതായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉപദേശം. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും, മറുവശത്ത് കേന്ദ്ര സഹമന്ത്രി. ഇവർ തമ്മിലുള്ള ഈ അന്തരം, ഇവരുടെ വാക്കുകളിലെ ഈ വൈരുദ്ധ്യം ഒക്കെ എടുത്തു വച്ചുകൊണ്ട് വിശകലനം ചെയ്ത് ആൾക്കാർ ട്രോളുകൾ ഉണ്ടാക്കി മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ട്രോളിക്കൊല്ലുന്ന കാഴ്ച നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. വളരെ അർത്ഥവത്തായി സുരേഷ് ഗോപി വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് മേളയുടെ മതിപ്പ്, മേളയുടെ മികവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിലകൊണ്ടപ്പോൾ മേളയുടെ നിറം കെടുത്താൻ, മേളയെ അലോസരങ്ങളുടെ വേദിയാക്കാൻ, മേളയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ശ്രമിച്ചത് എന്ന ട്രോളുകളാണ് നമ്മുടെ ട്രോളന്മാർ പടച്ചുവിടുന്നത്. അത് വെറും ട്രോളുകളായി കണ്ട് തള്ളിക്കളയാൻ കഴിയില്ല. കുറച്ചൊക്കെ അതിൽ വാസ്തവമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും തങ്ങളുടെ പദവി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വേദിയെ തങ്ങളുടേതാക്കി മാറ്റാമായിരുന്നു, കുട്ടികളുടെ കയ്യടി നേടാമായിരുന്നു. മറിച്ച് അവർ അവിടെ എന്തോ കുഴപ്പങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടി, എന്തോ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്ന ഒരു പ്രതീതിയാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. അത് രണ്ടുപേരുടെയും പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിച്ചു എന്നതിൽ തർക്കമില്ല. എന്നാൽ അവസരത്തിനൊത്തു ഉയർന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൻ്റെ വാക്കുകളിലൂടെ കുട്ടികളെ കയ്യിലെടുത്തു, രക്ഷിതാക്കളെ കയ്യിലെടുത്തു. ആരോഗ്യകരമായ മത്സരം നടക്കട്ടെ, എല്ലാവരും പരമാവധി നന്നായി മത്സരിക്കൂ, വിജയിച്ചു വരൂ, തോറ്റുപോയവർ നിരാശപ്പെടണ്ട, നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട് തുടങ്ങി വളരെ പോസിറ്റീവായി, വളരെ മോട്ടിവേഷൻ നൽകുന്ന, പ്രോത്സാഹനം നൽകുന്ന
വാക്കുകളാണ് സുരേഷ് ഗോപി അവിടെ പറഞ്ഞത്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഞാൻ വിവാദങ്ങൾക്കില്ല, ഇതിനൊക്കെ മറുപടി പറയാൻ എൻ്റെ കൈവശമുണ്ട്, പക്ഷേ ഇത് മറുപടി പറഞ്ഞ് ഈ വിവാദമുണ്ടാക്കി ഈ മേളയുടെ, ഈ കലാമേളയുടെ, ഈ കൗമാര കലാമാമാങ്കത്തിൻ്റെ നിറം ഞാൻ കെടുത്തുന്നില്ല, അതിൻ്റെ ശോഭ കെടുത്തുന്നില്ല, അതിൻ്റെ ഭംഗി ഞാൻ നശിപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും സുരേഷ് ഗോപി ഒരു വശത്ത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും, മറുവശത്ത് കേന്ദ്ര സഹമന്ത്രിയും. ഇതിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം സുരേഷ് ഗോപിയാണ്. കാരണം കുട്ടികൾ വലിയ കയ്യടിയോടെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകളെ സ്വീകരിച്ചത്. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കൂവൽ കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാണ് ഈ അനവസരത്തിൽ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ചും കുട്ടികളുടെ ഇടയിൽ ഈ സ്പർദ്ധയുണ്ടാക്കുന്നത് എന്ന ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രിയും ഇക്കാര്യത്തെക്കുറിച്ച് അവബോധമുണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഉപദേശകന്മാർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ കൂവിത്തോൽപ്പിക്കും എന്നുള്ള കാര്യമാണ് ഈ ഒരു സംഭവത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപി വളരെ തന്മയത്വത്തോടുകൂടി തൻ്റെ വാക്കുകൾ വിവാദങ്ങൾ ഉണ്ടാക്കാൻ അല്ല താൻ വന്നത്, തൻ്റെ വാക്കുകൾ കുട്ടികൾക്ക് പ്രോത്സാഹനമായി മാറണം എന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല വാക്കുകൾ, നല്ല ഉപദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക്, ഈ കൊച്ചു കലാകാരന്മാർക്കും കൊച്ചു കലാകാരികൾക്കും നൽകിക്കൊണ്ട് ആ മേളയുടെ ശോഭ കെടുത്താതെ, അതിൻ്റെ നിറം കെടുത്താതെ വളരെ ഭംഗിയായി ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്തു എന്നുള്ളത് അഭിനന്ദനാർഹം തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.